നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? നമ്മളെന്നെ പോയി വന്നാതില്ലേ? ഹായ് ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് നമ്മളൊരു 6:50 തുടങ്ങാം കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യും. എന്താ ഇപ്പോഴും മഴ ചെറുതായിട്ട് തുള്ളി ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മഴക്കാലമായി ഇവിടെ. എന്താ പറയുക, ഈ വേനൽ മഴ ഷറായിട്ട് പെയ്യുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ വണ്ടി കഴുകിയതാണ്. അപ്പോൾ വെള്ളം ചാടിയിട്ടാണ് ഇതൊക്കെ തെറിച്ചിട്ടുള്ളത്. എന്താ വണ്ടീൻ്റെ അതുകൂടെ വീണ്ടും ചെളിയായി. പിന്നെ മാത്രമല്ല ഷീറ്റ്, ഞാൻ പറഞ്ഞ പോലെ ഷീറ്റ് മാറ്റണം. ഇവിടെ കയറിയതൊക്കെ പടയിട്ട് ഇവിടെയൊക്കെ ചെളിയാണ്. പിന്നെ വണ്ടി നനയുമാണ് നേർത്തിട്ട് ഇപ്പോൾ അല്ലേ. ഇപ്പം ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അതിനെ കൊണ്ടുപോകില്ല, ആരും എണീറ്റില്ല. പിന്നെ ഇതിപ്പോൾ തന്നെ തരില്ല, ഒരു 8:30-9 കഴിച്ചു. പോകുന്നു തിരക്കില്ലയിലൊക്കെ നേരത്തെ കഴിയും. ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, പോയൊക്കെ നമുക്ക്. അപ്പോൾ ചിന്നു നൈസായിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ ടൗണ് ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതി. ഈ നേരത്തെ നമ്മൾ വല്ലാതെ ഇറങ്ങലില്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടൂർ ടൗണ് ഈ സമയം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ മൈക്കൊന്നും നിർത്തിയിട്ടില്ല. അത് സ്റ്റാൻഡിൽ വെക്കാത്തത്. ഇവിടെ തന്നെ ഉണ്ടോ പണിക്കാരൊക്കെ നിൽക്കണേ ഭായിമാർ. മഴ പെയ്തിട്ട് ഇതിലൊക്കെ വെള്ളമാണ് റോഡ് കൂടെ ഒക്കെ. ഭായിമാരാണ് ഈ നിൽക്കുന്നത് പണിക്ക് പോകാൻ വേണ്ടി ലോറിയിലൊക്കെ ആയിട്ട്. ഓട്ടോ സ്റ്റാൻഡിൽ ആരൊക്കെ വന്നിട്ട് എന്തൊക്കെയാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വേണ്ട. ഇത് നാസറാക്ക, നമ്മളെ മുന്നത്തെ വണ്ടി. നാസറാക്കാൻ്റെയൊക്കെ നമുക്കൊരു സാധനമാണ്. അതായത് നമ്മുടെ ഈ മീറ്ററിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ താഴത്ത് കൂടെ കേബിൾ കൊടുക്കാണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ആ കേബിൾ ഉണ്ടത് ഞാൻ ഇതേപോലെ ആർക്കൊക്കെ കൊടുത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് എടുക്കണമെങ്കിൽ എനിക്ക് നാസറാക്കാൻ്റെ ഉള്ളൂ, നാസറാക്കാൻ്റെ എടുക്കണം. അപ്പോൾ സ്റ്റാൻഡിലാകെ 2 വണ്ടി ഉള്ളൂ, നാസറാക്ക് ആൻഡ് ഫ്രണ്ടൊക്കെ. വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമാണ്, ചളിയാണ്, എല്ലാമാണ്. സാധനം കിട്ടി. അപ്പോൾ ഈ ഒരു കേബിളാണ് ഇത്. അവിടെ വെക്കട്ടെ, അത് നമുക്ക് കൊടുക്കണം, ബാക്കിൽ കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്ത പരിപാടി വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ അറിയില്ല. ന്യൂസൊക്കെ കണ്ടുത്തിരിക്കുകയാണ്. അതായത് ഓടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചങ്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു നേരത്ത് ഡെയിലി വന്നു കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നുമില്ല. ഇപ്പോൾ ചങ്ക് വന്നിട്ട് കുറേ നേരമായി. ഈ നേരം വരെ കഴിഞ്ഞിട്ടെടുത്തുള്ള കോഴിക്കോട് നിന്ന് വരുന്ന കാളികാവിലേക്കുള്ള വണ്ടിയാണ് പോകുന്ന വണ്ടി. ഏതായാലും ഞാൻ ചിന്നൂൻ്റെ അടുത്ത് ഇങ്ങനെ പോയോട്ടറാ. അങ്ങാടി ഈ നേരത്ത് ഇങ്ങനെയൊക്കെയാണ്. പണിക്കാരാണ് ഈ ബസ്സിൽ പാഞ്ഞ് കയറണട്ടാ. എൻ്റെ ബസ് യാത്രക്കാരെ. കാളികാവ് വണ്ടൂർ മഞ്ചേരി നിന്ന് വരുന്നാവില്ല, മഞ്ചേരി വണ്ടി ആയിരിക്കാം. ഒന്നിലേറെ ഈ രാവിലെ ഈ നേരത്തൊന്നും ആദ്യമൊന്നും ബസ് വല്ലാതെ ഉണ്ടായിരുന്നില്ല. ഒരു 7:30 കഴിയും ബസ്സൊക്കെ ശരിക്കും സ്റ്റാർട്ടാവും. പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ബസ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പണിക്കാർക്ക് സൈറ്റിക്ക് പോകാനും പിന്നെ രാവിലെ അത്യാവശ്യമായിട്ട് ഒരിക്കലും ഇറങ്ങിയ ആൾക്കാർക്ക് അവർക്കൊക്കെ ബസ്സുണ്ട്. ഓട്ടോ വിളിച്ച് പോകേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ല. ആദ്യം പറഞ്ഞാൽ ഓട്ടോ വിളിച്ചാണ് പണിക്കാരൊക്കെ പോയിരുന്നത് സൈറ്റിക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോയോട്ടെ. സ്കാനിങ് സെൻ്റർ ഉണ്ടാവും. ഐഡിയൽ സ്കാനിങ് സെൻ്ററാണ് ഇവിടെ. നിംസിലും അതുപോലെ തന്നെ JMCയിലൊക്കെ സ്കാനിങ് ഉണ്ട്. അത് ഇത്രയും നേരത്തെ വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ നിന്നാണ് സ്കാനിങ് ഒക്കെ എടുക്കാറ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കിട്ടി പോരാൻ ചിലപ്പോൾ ടൈം എടുക്കും, ആളുകൾ തിരക്കുണ്ടെങ്കിൽ. പക്ഷെ ഞാനവിടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. അത് സ്കാനിങ് റിപ്പോർട്ടാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? അതെങ്ങനെ ഒക്കെ ഒരു നേരല്ലേ, നമുക്ക് രൂപല്ലേ കാണുന്നുള്ളൂ. അവിടെ ആര്യ ചോറിൻ്റെ മറിഞ്ഞ് ഒക്കെ കിടക്കണം. നീച്ചോ, ഗുഡ് മോർണിംഗ്. അപ്പം അങ്ങനെ. അപ്പം നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പരിപാടി മീറ്റർ സീൽ ചെയ്യാൻ പോകണം. അപ്പോഴേക്ക് കുളിച്ച് റെഡി ആകട്ടെ. നമുക്ക് അവിടെ ഒരു 9 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പോരാ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 8:15 അപ്പം ഞാൻ അപ്പോഴേക്ക് ഒന്ന് കുളിച്ച് സെറ്റാവട്ടെ. ഇവിടെ നേരത്തെ പോകണം. വണ്ടിമ്മ സാധനം കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഇന്ന് ഫുൾ ബിസി നമ്മൾ. മീറ്റർ സീൽ ചെയ്യാൻ ബുക്ക് ചെയ്തതേ 9 മണിക്കാണ്. 9 മണിയായി. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ പോകണം നമുക്ക്.
ലീഗൽ മെട്രോളജിൻ്റെ ഓഫീസിലേക്ക്. കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് ഏതാണ്ടൊക്കെ അത് സീൽ ചെയ്യും. നമുക്ക് വർക്ക്ഷോപ്പിലും പോകണം. അതിൻ്റെ ഒരു കേബിൾ നമുക്ക് രാവിലെ കാണിച്ചെന്ന കേബിളില്ല, ആ കേബിൾ ഇഞ്ചിൻ്റെ സൈഡിലായിട്ട് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഈ മീറ്റർ വർക്കാവുള്ളൂ. അതായത് വണ്ടി റണ്ണാകുമ്പോഴാണുള്ളത് റീഡ് ആവണ്ടേ. കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുണ്ട്. രാവിലെ ചെയ്യട്ടെ, വർക്ക്ഷോപ്പിൽ എത്തട്ടെ, അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകും. ഇന്ന് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അല്ലേ ചൊറുക്ക് അയക്കണമെന്ന്. അവള് സ്കൂളുണ്ട് എത്തിക്കണേ. സ്കൂള് കൂട്ടിയേക്കല്ലേ. ഞാൻ സ്കൂളുണ്ടാക്കാൻ അറിയോ? മറ്റന്നാൾ ഡാൻസ് ഒപ്പന കഴിഞ്ഞിട്ട് ക്ലാസ് കുറേ കഴിയും അല്ലേ തുടങ്ങാം. അപ്പോൾ മറ്റന്നാണ് പോലെ ഒപ്പനൊന്ന് കാണണം അല്ലേ. കളിച്ചു വെച്ച് തെറ്റിച്ചാതെ കളിച്ചാൽ മതി. ഓള് വീഡിയോ കണ്ടാണ്ടല്ല കളിക്കല്, വെറും പാട്ട് കേട്ടാണ്ട കളിക്കല്. അമ്മച്ചിന്റെ ഫോണിൽ കണ്ടാണ്ടല്ലല്ലോ കളിച്ചല്. പാട്ട് കേട്ടോട് കളിച്ചില്ലേ? നീ സൂപ്പറാട്ടോ. ഞാൻ പോട്ടെ. തിന്നണതിൻ്റെ ഇടയിൽ നീച്ചാണ്ടാണ് ഈ വന്ന് ഛർദ്ദിച്ച് കുത്തിറക്കുന്നത്. അതായത് ഡോക്ടറൊന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. 40 ബുക്കിംഗ് ഒക്കെ എടുക്കണുള്ളൂ. അപ്പോൾ പിന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കൽ നടക്കില്ല. ഞാൻ എല്ലാം എടുത്തു, മൈക്ക് എടുത്തു, എല്ലാം എടുത്തു, എല്ലാ സാധനം തന്നാലാ എനിക്ക് മിഠായി ഇതൊക്കെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കൊടുക്കണ്ട, ഞാൻ ഇറങ്ങി നോക്കട്ടോ. ഞാൻ നേരത്തെ കാണിച്ച കേബിൾ നമ്മൾ അവിടെ കൊടുക്കുക. വർക്ക്ഷോപ്പത്തെ പണി കഴിഞ്ഞ് ഇനി നേരെ നിലമ്പൂർ 9 മണിക്കാണ് ബുക്കിങ്. 9:30 ചങ്ങര പമ്പിലാണ്. പമ്പിൽ നിന്ന് ഇറങ്ങി ഒരു 300 രൂപേൻ്റെ ഡീസൽ അടിച്ചിരിക്കണ്. ഇനി നമ്മളുടെ പരിപാടി ഇവിടെ നിന്ന് ഒരു 10, 14, 15 കിലോമീറ്റർ ഉണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അതുവരെ. നമുക്ക് നോക്കി നോക്കാമെന്ന്. ഞാൻ ഇറങ്ങുന്നത് 13 കിലോമീറ്ററിലാണ് മീറ്ററിൽ കാണുന്നത്. മീറ്ററിൽ കാണാറുണ്ട് നമ്മുടെ വണ്ടീൻ്റെ മീറ്ററിൽ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഓട്ടോറിക്ഷ ഞങ്ങളുടെ ഏരിയയിൽ ഓടുന്നത് മീറ്റർ ഇല്ലാതെയാണ്. അതായത് മീറ്ററിൽ കാണിക്കുന്ന സംഖ്യയുടെ പകുതിയും കൂടി കൂട്ടണം ഞങ്ങളുടെ വാടക ആവാൻ. അത് നിയമപ്രകാരം അംഗീകരിച്ചതാണ്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വലിയ കോർപ്പറേഷൻ നഗരങ്ങളിൽ മാത്രമാണ് മീറ്റർ ഇട്ട് ഓടിയിട്ട് കിലോമീറ്റർ 15 രൂപ വെച്ച് വാങ്ങിക്കേണ്ടത്. കൃത്യമായ മീറ്റർ ചാർജ് വാങ്ങണം അവിടെ. പക്ഷേങ്കിൽ ഇവിടെ വാങ്ങേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ മീറ്റർ ചാർജിന്റെ മേലെ നമ്മളൊരു അതിന്റെ പകുതി കൂടി കൂട്ടണം. മീറ്റർ ചാർജ് ഇപ്പോൾ 30 ആണെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നു മീറ്റർ ചാർജ് 30 ആണെന്ന് കൂട്ടിക്കോളും. അപ്പോൾ അതിലേക്ക് ഞങ്ങളുടെ ചാർജ് ആവണമെങ്കിൽ 15 രൂപയോട് കൂട്ടണം. അതിന്റെ പകുതിയും കൂടി അതിലേക്ക് തന്നെ കൂട്ടണം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ലീഗൽ മെട്രോളജിന്റെ ഓഫീസിലേക്കാണ്. ഇത് ഇങ്ങനത്തെ ഒരു പേപ്പർ, ഈ ഒരു പേപ്പർ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ മീറ്റർ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാൻ തന്നെ നമുക്ക് 220 രൂപ ചിലവാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ വണ്ടി എടുത്തിരുന്ന ടൈമിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആയിട്ട് 2 വർഷം ആവണുള്ളൂ എന്നൊക്കെ തോന്നുന്നത്. 2 വർഷമായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ എടുത്തത്. അതായത് ഇത് മുമ്പ് മീറ്റർ ഉണ്ട്, നമ്മൾ പുതിയ മീറ്റർ വാങ്ങി, മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ആ മീറ്ററിന്റെ പേപ്പർ മതി നമുക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, RTO കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ മീറ്റർ സീൽ ചെയ്തുകൊണ്ട് തന്നെ കാണിക്കണം. ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ മീറ്റർ സീൽ ചെയ്ത പേപ്പർ വേണം. അന്ന് മീറ്റർ സീൽ ചെയ്ത പേപ്പർ നിർബന്ധമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് ഡ്രൈവർമാര് പുതിയ മീറ്റർ എടുത്തിട്ട് അങ്ങനെ കൊടുക്കലായിരുന്നു. വർഷം പുതിയ മീറ്റർ വാങ്ങലായിരുന്നു. അന്ന് 1000 രൂപയോ 1200 രൂപ എന്തോ ആയിരുന്നു മീറ്ററിന്റെ വില. ഇപ്പൊ 1400, 1600 എന്തോ ആണ് ഇപ്പൊ മീറ്ററിന്റെ വില. കറക്റ്റ് അറിയില്ല. ഞാൻ അന്ന് വാങ്ങിയ മീറ്ററാണ് നമ്മുടെ മീറ്റർ. വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല, നല്ലതാണ്. അപ്പോ അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോ സംഭവിക്കണമെന്ന് വെച്ചാല് ഈ സാധനം ഞങ്ങൾ ഉപയോഗിക്കണേ ഇല്ല. ഞങ്ങൾക്ക് ഒരു ഉപയോഗം ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ വർഷം ഇത് സീൽ ചെയ്യണം. ഇത് സീൽ ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് വണ്ടൂരിൽ നിന്ന് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് 15 കിലോമീറ്ററോളം വൺ സൈഡ് അപ്പ് ആൻഡ് ഡൗൺ കൂട്ടുകയാണെങ്കിൽ 30 കിലോമീറ്ററോളം എനിക്ക് പോകണം വണ്ടൂരിൽ നിന്ന് കൂട്ടുമ്പോൾ. ആ പോകുന്ന ചെലവ്, അതുപോലെ തന്നെ വണ്ടി തന്നെ പോണത്, വണ്ടി കൊണ്ട് തന്നെ പോകണമല്ലോ. നമ്മൾ ബസ്സിന് കയറി പോയാണ്ട് മീറ്റർ സീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വണ്ടി കൊണ്ട് പോയി ഓടിച്ച് കാണിച്ചു കൊടുക്കണം. കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ 30 സംതിങ് രൂപ വരാൻ പാടുള്ളൂ.
40 രൂപ എന്തോ വരാൻ പാടുള്ളൂ, കറക്റ്റ് ഇപ്പോഴേക്ക് ഓർമ്മ കിട്ടണുള്ള. അപ്പൊ അതിന് മേലേക്ക് വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് ആവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. എന്തൊക്കെയായാലും വണ്ടി കൊണ്ടുതന്നെ പോകണം, ആ ഒരു ചെലവുണ്ട് നമ്മൾക്ക്. അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ. പിന്നെ നമ്മുടെ സമയ ചെലവാണ് ഇതിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് 220 പമ്പ് കൊടുത്തു. ഇനി ഇത് കെട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്ററിന്റെ ഇവിടെ ഒരു സീല് ചെയ്തിട്ട് അവരൊരു പഞ്ചിങ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം കിട്ടും, ഒരു കമ്പനി കിട്ടാണ്. അപ്പൊ അതിന് നമ്മൾ അവിടെ എക്സ്ട്രാ പൈസ 70-80 അത് കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്ത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ഉപകാരം ഉണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇവിടത്തെ ചാർജിനനുസരിച്ച് ഈ ഒരു മീറ്ററിനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമാണ്. യാത്രക്കാരായിട്ട് തർക്കിക്കണ്ട, ഞങ്ങളുമായിട്ട് തർക്കിക്കണ്ട, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരും ഈ മീറ്റർ ഉണ്ടെങ്കിൽ. പക്ഷേങ്കിൽ മീറ്റർ ഇടേണ്ട യാതൊരു ആവശ്യം ഞങ്ങൾക്കൂടെ വരുന്നില്ല. എന്നാൽ പിന്നെ ഞങ്ങളുടെ ചാർജ് ഇതിലാക്കി തരുമല്ല. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു മീറ്ററിൽ ഞങ്ങളുടെ ഇവിടുത്തെ ചാർജ് ആക്കാനൊന്നും വലിയ പണിയില്ല. പക്ഷെ എന്നാൽ പോലും അത് ചെയ്യില്ല. എന്നിട്ട് ഈ മീറ്റർ ഇട്ട് ഓടാത്ത ഞങ്ങൾ ഒരുപാട് ഓട്ടോക്കാർ, അതായത് ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ അല്ലാത്ത ഏരിയകളിൽ വരുന്ന ഓട്ടോക്കാർ മുഴുവനായിട്ടും ഈ വർഷം സീൽ ചെയ്യണം. സീൽ ചെയ്ത് ഇത് ബ്രേക്കിന് പോകുമ്പോൾ ഇതിന്റെ സീലിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ബ്രേക്ക് കിട്ടൂല, അടുത്ത ദിവസം വരാൻ വേണ്ടി പറയും. അപ്പൊ അങ്ങനെ ഇവരും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഇവരത് ഉണ്ടാവുള്ളൂ. ഇത് ലാസ്റ്റ് ആണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇതിന്റെ ഈ പേപ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഫൈന് 2000, 1500-2000 ഇതിന് ഫൈൻ ഉണ്ട്. അപ്പൊ അത്ര ഫൈൻ കൊടുക്കണം. ഒരു പുതിയ മീറ്റർ വാങ്ങുന്നതിനേക്കാൾ കൂടുതലാണ് ഫൈൻ ഉള്ളത്. അങ്ങനെ മൊത്തം ചോറയാണ് ഈ മീറ്ററിന്റെ കേസിൽ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ലാതാണെങ്കിൽ ഇതിന്റെ പരിപാടി ഒന്ന് എന്താ പറയാ, വളരെ വ്യക്തമായിട്ട് ഡ്രൈവർമാർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കുവാണെങ്കിൽ വളരെ വലിയ കാര്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഗവൺമെന്റിക്ക് ഒരു ചില്ലറ പൈസ ഇതുകൊണ്ട് കിട്ടും എന്നുള്ളതൊന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സമയത്തിനും ഞങ്ങളുടെ ചെലവിനും ഒന്നിനും ഒരു വിലയില്ല. മനസ്സിലായോ? ഇപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ അവിടുന്ന് ഇറങ്ങിയത് 9:30-ക്കാണ്. 9:30-ക്ക് ഇറങ്ങി, 9:50 ഈ 9:50 ഞാൻ അവിടെ പോയി വരുമ്പോഴേക്ക് ഏതാണ്ട് 11 മണി, 11:30, 12 മണിയൊക്കെ ആവാം. അത്ര സമയമാവും. ഇതിന്റെ അത്രയും നേരത്തെ സമയം ഞാൻ നല്ല രീതിയിൽ അധ്വാനിക്കേണ്ട സമയമാണ്. ഇത്രയും സമയം ഇതിനൊക്കെ ആരോട് പറയാനാ? ആരോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ആക്കി ഇതൊന്ന് റെഡിയാക്കി തരാനാ? ഇത് എന്റെ മാത്രം ഒരു ആവശ്യമല്ല, ഇതെല്ലാം ഓട്ടോ തൊഴിലാളികളുടെ ഒരു ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മീറ്റർ എന്നുള്ള സാധനം ഉണ്ടായിക്കോട്ടെ, വേണം. പക്ഷേ അതാത് ഏരിയകളിൽ ഇവർ ഓരോ ഏരിയകൾക്കായിട്ട് ഓട്ടോ ചാർജിന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ചാർജിലേക്ക് അത് മാറ്റണം. അപ്പോഴേ അതുകൊണ്ട് എന്തുള്ളൂ, ഉപകാരമുള്ളൂ. ഇല്ലാന്നാണെങ്കിൽ വെറുതെ ഇതൊരു സൈഡിൽ ഇങ്ങനെ കെട്ടി തൂക്കി വർഷം ഓണാക്കണം, മീറ്റർ ഇട്ട് ഓടുന്നു, അത് പോയി സീൽ ചെയ്യുന്നു. വെറും ഈ ഒരു പരിപാടി മാത്രമാണുള്ളത്. ഏതായാലും ഇപ്പൊ ഞാൻ കാട്ടുമുണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനി ഒരുപാട് ദൂരം പോകണം. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഇനി പറ്റില്ല എന്ന് പറയാവോ? കാരണം അങ്ങനെയുണ്ട് ഇവർക്ക് ചില നേരത്തെ ഓരോരോ തോന്നലാണ്. പക്ഷെ സാധാരണ ഞാൻ പോകണം എന്നൊക്കെ ഇവര് നേരം വൈകിട്ടേ വരലുള്ളൂ, തുടങ്ങലുള്ളൂ സീലിംഗ്. ഇന്നിപ്പോ ഇനി നേരത്തെ തുടങ്ങാവാം നമ്മുടെ നിർഭാഗ്യവശാൽ. മിനി സിവിൽ സ്റ്റേഷൻ നിലമ്പൂർ. ഇവിടെ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ കാണാം. വരിയായിട്ട് നിർത്തി കാണാം. വരിക്കിടൽ. ആ വരിയുടെ ബാക്കിൽ കൊണ്ടുപോയി നിർത്തണം. എന്നിട്ട് അവന്മാരെന്താ ചോദിക്കണം അറിയില്ല, പോയി നോക്കട്ടെ. ഒരു വർഷം മുമ്പ് വന്നല്ലേ, നിയമങ്ങൾ ഇങ്ങനെ മാറില്ലേ. കിലോമീറ്റർ ഓഫീസ് അവിടെയാണ്, കുറച്ച് ബാക്കിലാണ്. പോയോട്ടെ. പോലെ ഇവിടത്തെ പണി ഇപ്പൊ അവര് അത് നോക്കി നമ്മളെ കഴിഞ്ഞ വർഷത്തെ സർട്ടിഫിക്കറ്റും ഈ വർഷം നമ്മൾ അപ്ലൈ ചെയ്തതും ഒക്കെ അവര് നോക്കി. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ദൂരം പോകണം. ഇത് ഓടിച്ച് കാണിച്ചു കൊടുത്ത് മീറ്റർ ഓണാക്കി ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പൊ എനിക്കൊരു 10-20 മിനിറ്റോളം എനിക്ക് ചെലവായിട്ടോ. അപ്പൊ നമ്മൾ എത്തേണ്ടത് പാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ രസയില് പോകണം. നമ്മളിപ്പോ കരിമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് തിരിയാണ്. ഈ കരിമ്പുഴയ്ക്ക് നമ്മൾ റൈറ്റിലേക്ക് തിരിയാണ്. പാത്തിപ്പാറ റോഡ്, പാത്തിപ്പാറയ്ക്കുള്ള വഴി. പാത്തിപ്പാറ എത്തണം. ഓക്കെ, വണ്ടി ബാക്കിലില്ല, തിരിയാ. ഇനി നമ്മൾ ഫോറസ്റ്റ് കൂടെ പോണ ഒരു ഫീല് കിട്ടൂട്ടോ. ഫോറസ്റ്റ് കൂടെ തന്നെ പോകണത് ഇനി. അപ്പൊ ഇതാണ് പാത്തിപ്പാറ റോഡ്.
ഈ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് തേക്കിന്റെ തോട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റിയിരുന്നു. എന്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ കേട്ടാ. പക്കാ ഒരു ഫോറസ്റ്റ് കൂടെ പോണ അതേ ഫീല്. മുളങ്കാട്, അതുപോലെ തന്നെ പുല്ലാണിക്കാട് ഒക്കെ ഉണ്ട്. ഈ മതിൽ കെട്ടിയതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയാ തേക്ക് മ്യൂസിയാണ്. അതിനപ്പുറത്തേക്കാണ് തേക്ക് മ്യൂസിയാണ്. ആ ഭാഗത്തേക്കൊക്കെ ഫോറസ്റ്റ് തന്നെ. രണ്ട് സൈഡ് നോക്കി ഇവിടെ ടൈറ്റാ, ഇവിടെ ടൈറ്റാ. മുളയൊക്കെ ഉണങ്ങി കടിച്ചൊക്കെ നിൽക്കുന്ന കാണുമ്പോഴൊക്കെ കുട്ടി. അപ്പൊ ഇതിലപ്പോ കുറച്ച് ദൂരം പോവാണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ആ നിലമ്പൂരത്തേക്ക് കാണണമെങ്കിൽ ഈ സൈഡ് കാണണമൊക്കെ നിലമ്പൂരത്തേക്കാണ്. അതിലെ കാട്ടുകൂടിൽ വഴി കാണുന്നുണ്ടല്ലോ, അതൊക്കെ നിലമ്പൂരത്തേക്കാണ്. നിലമ്പൂരത്തേക്കാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട്. തേക്കിന്റെ തോട്ടം ഞാൻ പറഞ്ഞില്ല, തേക്കിൻ തോട്ടമാണ്, തേക്കിൻ തോട്ടം. ഇല്ല ആ ഇതൊക്കെ കഴിഞ്ഞവരാണ് കഴിഞ്ഞത്. അതൊക്കെ ഓടി വന്നാ ഓടി വന്നവരാണവര്. നമ്മൾ ഓടാനുള്ളവരാണ്. അപ്പൊ നമ്മക്ക് കുറച്ച് അതിലേന ആ അവിടെ പോണല്ലേ? ഓക്കെ, അവിടെ വണ്ടി എക്കണോടത്തേക്ക് പോണം. അതൊക്കെ ഓടി വന്നോലാട്ടോ. ഇവരൊക്കെ എന്താ വെച്ചാല് അവിടെ നിന്ന് പേപ്പറിന്റെ ഒരു എന്തോ സംഭവം വരാണ്ട് അതിന് വേണ്ടിയിട്ടാണ്. ആ ഇവിടെ ഉള്ളൊരു പരിപാടിയാണ് ഈ കെട്ടണ പരിപാടി. ഈ കെട്ടിന് നമ്മൾ കായ് കൊടുക്കണം. കെട്ടും കായ് അറുപതോ? നമ്മളെന്നെ പോയി വന്നാൽ മതില്ലേ? ഇതാ 220 രൂപയിൽ പെടൂല അല്ലേ? പേപ്പർ നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോഴേ അതിൽ ഈ ചാർജ് പെടൂല അല്ലേ? നിങ്ങൾ കെട്ടാൻ വേറെ കരാർ എടുക്കല? ലൈസൻസ് കാണും. ആ അങ്ങനെ. എല്ലാം ചോദിക്കേണ്ട നമ്മൾ ചോദിക്കണം. കരാറെടുത്താണോ? കരാറെടുത്തല്ല നമ്മൾ ചെയ്യുക. എന്തോ പറഞ്ഞോ ആവട്ടെ. അപ്പൊ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. പാടാട്ടെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഇതിലെ നമ്മൾ മീറ്റർ ഓൺ ആക്കി ഇട്ടിക്കണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയി ഓടി വരണം. അപ്പൊ നമ്മളെ മീറ്ററിൽ 37 രൂപ കാണിക്കുന്നുണ്ട്. 37. അതായത് ഇപ്പൊ മീറ്ററിൽ ഡിജിറ്റ് ആയതുകൊണ്ട് കാണുന്നില്ലല്ലോ. 30 ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആ വണ്ടൂരിലേക്ക് ഇവിടുന്ന് പോവാണ്. കിലോമീറ്റർ നോക്കിക്കോളി. 35-59 ആണ്. അപ്പൊ 36 കിലോമീറ്റർ. ആ ഓക്കെ. ഇനി നമുക്ക് വണ്ടൂർ എത്തുമ്പോഴേക്ക് എത്ര ചാർജ് ആയിട്ട് വരുന്നതെന്നും നമ്മുടെ ഈ ഒരു ചാർജ് തമ്മിലുള്ളൊരു വ്യത്യാസം എത്രയെന്ന് കാണിച്ചാൽ. കാനോലി പ്ലോട്ടിനോട് വണ്ടി എടുത്തിരിക്കണ്. പച്ചമാങ്ങ ഇട്ടാണെങ്കിൽ വാങ്ങിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. മാങ്ങ പച്ചയല്ലേ? പച്ചയല്ലേ? എത്ര? ഇത് 150. ഇത് കോമാങ്ങേ 300. അച്ചാറിടാൻ എന്താ അടിപൊളിയാവൂലേ? എന്നാൽ അത് 100 എടുത്തത്. ഞാനൊരു നെല്ലിക്ക എടുക്കട്ടെ. അരി നെല്ലിക്ക. അടിപൊളി. അതാണ് ഞങ്ങളെ കനോളിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. 100 രൂപയ്ക്ക് 1.5 കിലോ. അവർക്ക് അച്ചാറിടാനാണ്. ഞാൻ അതിന് മുമ്പൊന്ന് വാങ്ങിയത്. പക്ഷേ ക്യാൻസിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ. ഇനി അടുത്ത പരിപാടി ഇവിടെയാണ്. നമ്മൾക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. എത്ര ചാർജ് നോക്കാം. ചാർജ് 304 കാണുന്നത്. 19 കിലോമീറ്ററാണ് മൊത്തം വന്നത്. 19 കിലോമീറ്റർ 423 ഞങ്ങളെ ചാർജ് വരുന്നത്. ഞാൻ ഈ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി പോവാം. പച്ചല അതായത് വർക്ക്ഷോപ്പിലാണ്. വീണ്ടും നമ്മൾ എന്താക്കണം, കേബിൾ ഊരണം. ആ കേബിൾ ഊരിയാൽ എന്തെടുക്കുള്ളൂ, നാസറാക്കാക്കി സാധനം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിന് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ വയറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഊരണം. എന്താ പറയുക. ബാങ്ക് അക്കൗണ്ട് ഇരിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് വേണ്ട ആൾ വന്നിട്ടില്ല. അപ്പോൾ അതുവരെ എനിക്കിത് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടൊന്ന് ചായ കുടിക്കാം. ഞാൻ ചായ കുടിച്ചില്ല. രാവിലെ 2 ചപ്പാത്തി വെച്ചാലോ. തിരക്കന്ന് ഫുള്ള് വിസിയ. അത് ഞാൻ സ്റ്റാൻഡിലുണ്ട്.
നമ്മളെല്ലാ പരിപാടി കഴിഞ്ഞിട്ടില്ല, നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കണം. ഇപ്പം ഏറ്റവും വരുവോളം നമ്മളിവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും ഉണ്ട് പരിപാടി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കട്ടെ. ഉച്ചവരെ ഓടിയിട്ട് നാളേക്ക് മാറ്റണോ ബാക്കി പ്രോഗ്രാം എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് പോവും, ഒന്നും നടക്കില്ല. അങ്ങനെ ആവും. വരുമാനവും വേണ്ടേ, ഇപ്പോഴല്ലേ പരിപാടി നടക്കുള്ളൂ. ഈ ടയർ നമ്മൾ ഫസ്റ്റ് ഡേയ്സ് വാങ്ങിയതാണ്. അത് റിസോൾവ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് വീട്ടിലാണ്. അതായത് ഇനി വേറെ ഒരു പരിപാടി നടക്കില്ല. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ എന്താ പോയപ്പോ കല്ലൊക്കെ വയ്ക്കണേ വണ്ടി ഇങ്ങനെ പോകുന്ന മാതിരി ഇങ്ങനെ തോന്നുന്നു. എങ്ങോട്ട് താഴത്തേക്കോ? വെച്ച് കൊടുത്തിട്ടില്ല ടയറിന്, അതാണ് ആ പരാതി. ആയിക്കോട്ടെ, ഞാൻ അടുത്തേക്ക് ശരിയാക്കട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ചിന്നുവിന് ഭയങ്കര ഛർദിയാണ്. ഛർദി ഇന്നലെ തുടങ്ങിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാത്രിയൊക്കെ അവൾ ഭക്ഷണം അയക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നീച്ച് പോയി ഛർദ്ദിക്കുക. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല ക്ഷീണമായി, ഓവർ ഛർദിയായി, കജിന്ന് പോക്ക് തുടങ്ങി. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വേഗം പോര്. താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞങ്ങളുടെ കൊണ്ടൂർ ഹോസ്പിറ്റലിലേക്ക്. അവിടെ പോയിട്ട് ഛർദിൻ്റെ ഇഞ്ചക്ഷനും പിന്നെ ട്രിപ്പൊക്കെ കയറ്റാൻ പറ്റുമെന്നാണ് അതാവും സുഖം. ഞാൻ ശരിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതിൽ 1-2 കാര്യം നമ്മൾ മുഴുവനാക്കിയിട്ടുള്ളൂ. ഇനി ടയർ, ബാങ്ക് അക്കൗണ്ട് അവനെടുക്കണം. അവന് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ പായാനാണ്. നടക്കും അറിയില്ല. അത് കുറേ ആയി ഞങ്ങൾ രണ്ടാൾ കരുതുന്നു. ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അത് നടക്കും അറിയില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും വേണ്ട, കയറിയിരുന്ന തലവേദനയുണ്ടോ? ഛർദി, തലവേദന, ക്ഷീണം പോലെ വെള്ളമൊന്നും വേണ്ടായിരുന്നു. നമ്മളെ കല്യാണത്തിന് പോകല്ലേ. താലൂക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ അല്ലേ? ഇപ്പോൾ ട്രിപ്പ് ഇട്ട് കേട്ടോ. ഹോസ്പിറ്റലിനകത്തുനിന്നൊന്നും വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ, അതിലേക്ക് ഒരു ചായയും പഴംപൊരി, എനിക്കും ഒരു ചായ. ഞങ്ങളൊന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക്. ആരും ചോറുന്നിട്ടില്ലേ അല്ലേ? ഇനിയിപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കാനൊക്കെ പോകാൻ നിന്നാലേ ഇവിടെ ആരുമില്ലേ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പുറത്തെവിടെയും പോയി കഴിക്കുമ്പോഴേക്ക് അതേവരെ അത്യാവശ്യത്തിന് എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ അത് എത്തിയിട്ടാണ് ഇപ്പോൾ ഇത് തൽക്കാലം ഇതാക്കിയത്. രസമുണ്ടോ പഴംപൊരി? ഇങ്ങോട്ട് ഓക്കെ ഇഷ്ടമായില്ല ഇല്ലേ? ഉണ്ടോ? ഉണ്ണീസുള്ളൂ ഉണ്ടല്ലേ? അജു ഉണ്ട് ഞങ്ങളപ്പേ. ഇതാണ് അജു അല്ലേ? അജു ഒരു ഹായ് കൊടുത്താ. ഹായ്, എങ്ങനെ ഹായ് ആട്ടെ? ഹായ്. ഒരു ഉമ്മ കൊടുത്താ. അങ്ങനെ ഉമ്മ കൊടുക്ക. അറിയോ? ഇത് ക്യാമറ കേട്ടോ. അപ്പോൾ ഇത് അളിയൻ്റെ കുട്ടിയാണ്. ഓളെ വലിയ ആങ്ങളൻ്റെ ചെക്കനാണ് അല്ലേ? അറിയാ? മാമൻ്റെ കുട്ടി. അവന് മൈക്കൊക്കെ എടുത്താണ്ട് ഇതെന്താ ചോദിച്ചിട്ടുണ്ട്. ഏതെന്താ? മുട്ടായി കിട്ടി. അതെന്താ? കട്ടായിയോ? അതെന്താ ഇത്? അത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാധനം. ഇതെന്താ? ഒരു 1:45 തോന്നുന്നു പോയത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:30 വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആര്യതാ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അരി ഇട്ട് കൊടുക്കുന്നു. അത് മതി കേട്ടോ. പുതിയ കുട്ടികളാണ്. കാക്ക കൊണ്ടുപോയിട്ടില്ലെങ്കിൽ 5 ഉണ്ടായിരുന്നോ? അതേതാ കളറ്? വെള്ള 2 ഉണ്ടായിരുന്നോ? കാക്ക കൊണ്ടുപോയിപ്പോലോ. ഇതൊക്കെ മമ്മിയുടെ ആണല്ലേ? അച്ഛമ്മേൻ്റെ കോഴി. ചോറ് നട്ടെ 4:30 4:30 വരെ നമ്മളൊരു പൊറോട്ട, നേരത്തെ ഞാനും ആരെയും കുടിച്ചൊരു പഴംപൊരിയും ചായയും. അത് മാത്രമാണ്. രാവിലെ ഒരു 3 രസന്നിട്ട് വയറൊട്ടിയും കഴിക്കട്ടെ. എന്തോ കാണിക്കാണ്ടായിരുന്നു. ഇവിടെ കൊണ്ടിരുത്തി ഉണ്ടുമ്മക്കേ അപ്പോഴേ ശരിക്കും കാണുള്ളൂ. ഇതെന്താ സാധനം? മറ്റേ മണ്ണിടുമ്പോളേ ഇതെങ്ങനെ പോകില്ല. കോൺക്രീറ്റ് ഒക്കെ അല്ലേ? ഓക്കെ. ഇതാരാ വാങ്ങിയേ?
അച്ചമ്മ നല്ല ടൂർ പോയടത്തുനിന്ന് കൊണ്ടുവന്നതാണ് അല്ലേ? സിമ്മാണ് സിമ്മം കേട്ടോ. ഞാൻ ചോറ് കേട്ടോ. എനക്കും വേണ്ടേ ചോറ്? ഇന്നും മഴയുണ്ട്, കാലാവസ്ഥ മാറി തുടങ്ങി. മഴ തുടങ്ങാനായിട്ടില്ല, പക്ഷേ വേനൽ മഴ ഇന്നും ഉണ്ട്. വേനൽ മഴ. ഞാനിനി ഈ നേരത്തോട്ട് ഓടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം വീട്ടിൽ ഇരുന്നു, ഇനി ഈ നേരമാണ് നമ്മൾ ഓടാൻ വേണ്ടി പോകുന്നത്. ക്യാമറ ഒന്ന് കൊടുത്ത് വെക്കട്ടെ. സുഖമാണേ, ഒറ്റ വെച്ചിട്ടുണ്ട്. മറ്റേത് മുറുക്കി വെക്കണം, മുറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നേരം വരെ ആയി അറിയുമ്പോൾ ഇപ്പോൾ സമയം 5:45 6 മണിയായോ? 6 മണിക്ക് 3 മിനിറ്റ്. ഈ നേരം വരെ നമുക്കിന്ന് ഓടാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരാവശ്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു. അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണ്ടേ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നുമില്ല, വെറുതെ അവിടെ പോയിക്കുക. ഇത് മഴയും കാറ്റൊക്കെ ഇങ്ങനെ വരുന്ന നമ്മളേ പൊടിയുടെ കാറ്റ്, സീറ്റൊക്കെ പാറി കളിച്ചിട്ട് ആകെ സീനാണ്. എന്താ പറയുക, അപ്പോൾ അങ്ങനെ പോയോട്ടെ, അങ്ങോട്ട് പോയോട്ടെ. ഞാൻ കഴിഞ്ഞ കൂടെ തമ്മിലിട്ടതുപോലെ സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ മഴക്കാലമായോ? തുടർച്ചയായിട്ട് 3ാമത്തെ ദിവസമാണ് ഇപ്പോൾ നമുക്കിങ്ങനെ മഴ കിട്ടുന്നത്. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് മഴ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ കിടന്നിട്ടാണ് മഴ പെയ്യുന്നത്, അതായത് 11:30-ക്ക് ശേഷമാണ്. ആ ടൈമിൽ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വീഡിയോ പോയിൻ്റപ്പ് ആക്കിയതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ രാവിലെ അതിൻ്റെ മട്ടും പാവൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നല്ല രീതിയിൽ പെയ്യുന്നു. എന്താ നല്ല വെള്ളമുള്ള മഴയാണ്. ഇന്ന് രാത്രി നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അടിപൊളിയില്ല. ഇപ്പം തന്നെ തണുപ്പ് പിടിച്ച് തുടങ്ങി. കൊള്ളാം എന്തായാലും. ഞങ്ങളുടെ വണ്ടൂർ മഴക്കാലം തന്നെയാണ്. എങ്ങനെയാണ് മഴക്കാലമായി. ഇനി ഉണ്ടാകും ഒരു ചൂട് വരാൻ. ഈ മഴയൊക്കെ ഒന്നും പോയിട്ടേ ഇനി ഒരു ചൂട് വരാൻ. സമയം 6:30. നമ്മൾക്കൊരു കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുകയാണ് 30 രൂപയുടെ. മഴയാണ്, മഴ ചോർന്നു കേട്ടോ. നല്ലൊരു പെയ്ത്ത് പെയ്താണ്ടൊന്ന് ചോർന്നതാണ്. വൈപ്പർ ഇടേണ്ട ആവശ്യമില്ല, ഇനി ഓഫാക്കാം. അതായത് ക്യാമറ ഇപ്പൊ ഡെയിലി മഴയൊക്കെ ആണെങ്കിൽ ക്യാമറ ഇപ്പൊ വെച്ചോട്ടൊന്നും ചെറുതായിട്ടൊന്ന് മാറ്റണം. വൈപ്പർ കൊള്ളുന്നോടത്താവണം. അതായത് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ വൈപ്പർ തട്ടുന്നില്ല, പകുതി ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ വിഷ്വല് വീണ്ടും ക്ലിയർ ഉണ്ടാവില്ല. ചെക്കന്മാരെ ഇപ്പോൾ സമയം 7:26. തൊട്ടടുത്ത നാട്ടിലേക്ക് ട്രിപ്പ്. അതായത് ഇവിടുന്ന് ഈ ഒരു റോഡിന്റെ അറ്റത്ത് വീട് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കണേ, 76 ഇനിയിപ്പോ സ്റ്റാൻഡിലേക്ക് പോകണ്ടേ എന്നുള്ളത്. നമ്മളിപ്പോ ഈ ഒരു നമ്മളാ നേരത്തല്ല ഇറങ്ങുന്നുണ്ട്, 6 മണി 6:05-ക്കൊക്കെ. അപ്പൊ ഇറങ്ങിയിട്ട് നമ്മൾ ഈ നേരം വരെ ഏതാണ്ട് ഇപ്പോ 130 രൂപയ്ക്ക് ഓടിട്ടോ. അത് 3 ട്രിപ്പാണ് എടുത്തത്, 250 ഒരു 30. ഒരു 50 രൂപയുടെ ട്രിപ്പായിരുന്നു. 7:26 അല്ലെങ്കിൽ 7 സമയത്തൊക്കെ നല്ല ഇരുട്ടാണ്. ഈ ഇരുട്ടത്ത് പോലും ഇപ്പൊ നമ്മുടെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇത്ര ഇരുടാണ്. നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിന് നൈറ്റ് വിഷ്വലിൽ കുറച്ച് കളറിങ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ക്യാമറയിൽ ഒന്നും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റേ ഞാൻ ഗോപ്രോയിൽ എപ്പോൾ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ നിൽക്കണം എഡിറ്റ് ചെയ്യുമ്പോൾ. ഇതിലിപ്പോൾ അതിൻ്റെ ആവശ്യമല്ല. ഇതിലെല്ലാം കൊണ്ട് ഓക്കെ. മോനെ നമ്മൾ ബ്രൈറ്റ് ഒക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലോങ്ങിലുള്ള വിഷയങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ. എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് കറക്റ്റ് അറിയുള്ളൂ. ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടതാണ്? ഞാൻ ഇനിയിപ്പോൾ അങ്ങാടിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും 9 മണിയാവും. വീട്ടിലേക്ക് കയറിയാലൊന്നാണ്. ഞാൻ മിക്കവാറും വീട്ടിലേക്ക് കയറുണ്ടോ പീടിയെന്ന് 1-2 സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അത് ഇവിടെ നമ്മളെ ഗഫറാക്കാൻ്റെ പീടിയെന്ന് മേടിക്കാം. എന്നിട്ട് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് കയറാം എന്ന് തന്നെയാണ് കരുതുന്നത്. ആ വീട്ടിൽ കയറി നേരെ സാധനം വാങ്ങി കുറച്ച് റവ വാങ്ങണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അക്കൗണ്ട് എടുത്തു, മീറ്റർ സീൽ ചെയ്തു, പിന്നെ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട്. ഇനി നാളെ നമുക്ക് കുറച്ച് പരിപാടികൾ വീണ്ടും ചെയ്യാണ്ട്. ഇന്നെല്ലാം തീർന്നിരുന്നു, പക്ഷേ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നാളെ അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വേണ്ടി നാളെ വരാം. കണ്ണുമുറൊക്കെ പാടിയിരിക്കണം. എന്തെല്ലാം ക്ഷീണമുണ്ട്. മഴ പെയ്യുണ്ടോ? വീണ്ടും ഇല്ല, മഴ പെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി സിറ്റ് ഔട്ടിൽ ഇവിടെ ഇങ്ങനെ ലാപ്ടോപ്പിൽ വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ല സുഖമാണ് ഈ തണുപ്പത്ത് പൊളിയും. അപ്പോൾ ഓക്കെ.